നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UAE-യിൽ വലവീശി തട്ടിപ്പ് സംഘം. മലയാളി വനിതയ്ക്ക് 2 മണിക്കൂറിനകം നഷ്ടമായത് 16.95 ലക്ഷം രൂപ. എമിറേറ്റ്സ് ID നഷ്ടപ്പെട്ടു, പുതിയതെടുക്കാൻ വൈകണ്ട. ജീവസ്പന്ദം രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രചോദന മലയാളി സമാജം കുടുംബസംഗമം നടന്നു. ഓൺലൈൻ അഭിമുഖം വഴി തായ്ലാന്റിൽ ജോലിക്കെത്തിയ മലപ്പുറം സ്വദേശികളെ കാണാനില്ല, ചതിപറ്റിയെന്ന സന്ദേശം. പ്രവാസി മലയാളി ദുബൈയിൽ നിര്യാതനായി. പ്രകൃതിക്ക് ഗാഫ് തണലൊരുക്കാൻ അബുദാബി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. UAE-യിൽ വലവീശി തട്ടിപ്പ് സംഘം. മലയാളി വനിതയ്ക്ക് 2 മണിക്കൂറിനകം നഷ്ടമായത് 16.95 ലക്ഷം രൂപ. ഉദ്യോഗാർത്ഥികളെ വലവീശി ഓൺലൈൻ തട്ടിപ്പ് സംഘം. മലയാളി വനിതയ്ക്ക് 2 മണിക്കൂറിനകം നഷ്ടമായത് 75,000 ദിർഹം അഥവാ 16.95 ലക്ഷം രൂപ. ഇതുപോലെ ദിവസേന ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് മണിക്കൂറുകൾക്കകം തട്ടിയെടുക്കുന്നത് കോടികൾ. മെച്ചപ്പെട്ട ജോലിക്കായി ഓൺലൈനിൽ അന്വേഷിച്ചുകൊണ്ടിരുന്ന അങ്കമാലി സ്വദേശിനിക്ക് SMS-ലൂടെ ജോലി വാഗ്ദാനം ലഭിക്കുന്നതോടെയാണ് തട്ടിപ്പിന്റെ തുടക്കം. UAE-യിലെ മീഡിയ മാർക്കറ്റിംഗ് കമ്പനിയുടെ പേരിൽ പാർട്ട് ടൈം ജോലിക്കാരെ തേടുകയാണെന്നും ഒഴിവു സമയത്തോ വാരാന്ത്യങ്ങളിലോ ജോലി ചെയ്യാമെന്നുമായിരുന്നു വാഗ്ദാനം. തട്ടിപ്പുകാർ അയച്ച യൂട്യൂബ് സ്റ്റോറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയായിരുന്നു ആദ്യ ജോലി. അത് ചെയ്തു കഴിഞ്ഞാൽ 50 ദിർഹം ലഭിക്കും. ഇതിന് 3 മുതൽ 5 മിനിറ്റ് മതി. ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളുടെ എണ്ണത്തിനനുസരിച്ച് ദിവസേന 780 മുതൽ 2000 ദിർഹം വരെ സമ്പാദിക്കാം എന്നും പറഞ്ഞു. അതുവരെ വാട്സാപ്പിൽ ചാറ്റ് ചെയ്തവർ പിന്നീട് ടെലഗ്രാമിലേക്ക് മാറി. ടെലഗ്രാമിൽ ഗ്രൂപ്പിൽ ദിവസേന 28 ടാസ്ക് ഇടും. അതിൽ ഒരു ടാസ്ക് പൂർത്തിയാക്കിയാൽ 10 ദിർഹം വീതം ലഭിക്കും. മുഴുവൻ പൂർത്തിയാക്കുന്നവർക്ക് 280 ദിർഹത്തിന് പുറമെ 500 ദിർഹം അധിക പ്രതിഫലമായി മൊത്തം 780 ദിർഹം ലഭിക്കും. ഓരോ ഇടപാട് കഴിയുമ്പോഴും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം. 2 ദിവസത്തെ ജോലി തൃപ്തികരമല്ലെങ്കിൽ പറഞ്ഞുവിടുമെന്നും പറയും. ഓരോ ടാസ്കും 2 മുതൽ 10 മിനിറ്റിനകം തീർക്കാവുന്നതാണ്. പറഞ്ഞ സമയത്ത് തീർത്തില്ലെങ്കിൽ പ്രതിഫലം ലഭിക്കില്ലെന്നും സൂചനയുണ്ട്. വാഗ്ദാന പ്രകാരം യുവതിക്ക് 8 വീഡിയോയ്ക്ക് 80 ദിർഹം ലഭിച്ചു. അടുത്തത് ബിസിനസ് ടാസ്ക് ആണെന്നും 100 ദിർഹം നിശ്ചിത അക്കൗണ്ടിലേക്ക് അയച്ചാൽ ലാഭവിഹിതം ചേർത്ത 185 ദിർഹം തിരിച്ചു ലഭിക്കുമെന്നുമായിരുന്നു വാഗ്ദാനം. പറഞ്ഞതുപോലെ 100 ദിർഹം അയച്ചു. 15 മിനിറ്റിനകം 185 ദിർഹം അക്കൗണ്ടിലെത്തി. അടുത്ത ടാസ്ക് 3000 ദിർഹത്തിന്റേതായിരുന്നു. ആ തുകയും അയച്ചു. ഉടൻ പ്രതിഫലവും ലാഭവിഹിതവും ചേർത്ത 60,000 ദിർഹം അക്കൗണ്ടിലെത്തി. പിന്നെ വന്നത് 30,000 ദിർഹത്തിന്റെ ടാസ്ക്. അത് നൽകിയാൽ കിട്ടാൻ പോകുന്നത് 60,000 ദിർഹത്തിലേറെ. ആ തുകയും അയച്ചു കൊടുത്തു. എന്നാൽ പ്രതിഫലം വരാതായതോടെ അന്വേഷിച്ചു. വാട്സാപ്പ് ചാറ്റ് മാത്രമായിരുന്നു ആശ്രയം. ഈ ടാസ്കിന്റെ കമ്മീഷൻ ലഭിക്കണമെങ്കിൽ 45,000 ദിർഹം കൂടി അയക്കണമെന്നായി. അതിനിടെ ഷെയർ മാർക്കറ്റ് ഗ്രൂപ്പ് പോലെയുള്ള ഒരു സൈറ്റിൽ അക്കൗണ്ട് തുറക്കാൻ ആവശ്യപ്പെട്ടു. ഇതോടെ ഇവരുടെ ഇടപാട് വിവരങ്ങൾ അതിൽ തെളിഞ്ഞു. അത് നോക്കിയാൽ ബിസിനസ് ഗ്രോത്ത് മനസ്സിലാക്കാമെന്ന് പറഞ്ഞതോടെ 45,000 ദിർഹം സംഘടിപ്പിച്ച് അയച്ചു കൊടുത്തു. നേരത്തെ നഷ്ടപ്പെട്ട 30,000 ദിർഹം ഉൾപ്പെടെ 75,000 ദിർഹവും അതിന്റെ കമ്മീഷനും ഗ്രൂപ്പ് ലാഭവുമെല്ലാം ചേർത്ത് 1 ലക്ഷത്തിലേറെ ദിർഹം ലഭിക്കുമെന്ന് പ്രതീക്ഷയിലായിരുന്നു ഇത്. ഇതിനകം വർഷങ്ങളുടെ സമ്പാദ്യമെല്ലാം തീർന്നിരുന്നു. എന്നാൽ വീണ്ടും 54,000 ദിർഹം അയച്ചാലേ ടാസ്ക് പൂർണ്ണമാകൂ എന്ന് കേട്ടപ്പോഴാണ് വഞ്ചിക്കപ്പെട്ടതെന്ന് യുവതിക്ക് മനസ്സിലായത്. 2 മണിക്കൂറിനിടെ യുവതിക്ക് നഷ്ടപ്പെട്ടത് 16.95 ലക്ഷം രൂപയും. 2 ദിവസം കൂടി കാത്തിരുന്നിട്ടും അക്കൗണ്ടിൽ പണം വന്നില്ല. മാനസിക സമ്മർദ്ദത്തിലായതോടെ വിവരം വീട്ടുകാരോട് പറഞ്ഞു. പിന്നാലെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തു. സൈബർ ക്രൈമിലും പരാതി നൽകി. ടാസ്കിനിടെ നടത്തിയ വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം ചാറ്റ്, ആശയവിനിമയവും പണം അയച്ച അക്കൗണ്ട് നമ്പറും മാത്രമാണ് തെളിവായി ഇവരുടെ പക്കലുള്ളത്. ഈ ബാങ്കുകളെയെല്ലാം UAE-യിൽ പ്രവർത്തിക്കുന്നതിനാൽ അതുവഴി തട്ടിപ്പുകാരെ കണ്ടെത്തി പണം വീണ്ടെടുക്കാമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി.
എമിറേറ്റ്സ് ID നഷ്ടപ്പെട്ടു, പുതിയതെടുക്കാൻ വൈകണ്ട. എമിറേറ്റ്സ് ID നഷ്ടപ്പെട്ടാൽ തുടർ നടപടികൾ വൈകരുതെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. ID നഷ്ടപ്പെടുകയോ പ്രവർത്തനരഹിതമാവുകയോ ചെയ്താൽ അടിയന്തരമായി പുതിയ കാർഡിന് അപേക്ഷിക്കണം. നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം ICPയുടെ ഹാപ്പിനെസ് സെന്ററിൽ നേരിട്ടറിയിക്കണം. നഷ്ടപ്പെട്ട ID കാർഡ് റദ്ദാക്കുകയും പകരം സ്ഥിരം നമ്പറുള്ള പുതിയ കാർഡിന് അപേക്ഷിക്കുകയും ചെയ്യുകയാണ് ആദ്യ നടപടി. അപേക്ഷകന് കാർഡ് നഷ്ടപ്പെട്ടതായി രേഖപ്പെടുത്തി സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതോറിറ്റിയുടെ സ്മാർട്ട് ആപ്പ് വഴിയും അംഗീകൃത ടൈപ്പിംഗ് സെന്ററിലൂടെയും അപേക്ഷിക്കാം. പുതിയ കാർഡിന് 300 ദിർഹമാണ് നിരക്ക്. പുറമെ 70 ദിർഹം സേവന നിരക്കും സ്ഥാപനങ്ങൾ ഈടാക്കും. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ സേവന നിരക്ക് 40 ദിർഹമായി ചുരുങ്ങും. 150 ദിർഹം അധികം നൽകിയാൽ അതിവേഗ സേവനവും ലഭിക്കും. അപേക്ഷ ലഭിച്ചാൽ 48 മണിക്കൂറിനകം പുതിയത് ലഭിക്കും. പഴയ കാർഡിന്റെ കാലാവധിയായിരിക്കും പകരം ലഭിക്കുന്നതിനും ഉണ്ടാവുക. ഓരോ ഘട്ടത്തിലും അപേക്ഷകന് മൊബൈൽ സന്ദേശം ലഭിക്കും. അതിവേഗ സേവനം വഴി 24 മണിക്കൂറിനകം കാർഡ് കൈപ്പറ്റാം. വിശദാംശങ്ങൾക്ക് ICPയുടെ 30003605 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ID കാർഡുകൾ പുതുക്കുമ്പോൾ വൈകിയ ഓരോ ദിവസത്തിനും 20 ദിർഹമാണ് പിഴ. പുതിയ തൊഴിലാളികളുടെ ID കാർഡ് അപേക്ഷ 30 ദിവസത്തിനകം വൈകിയാലും പ്രതിദിന പിഴ 20 ദിർഹമാണ്. ഇടപാടുകൾക്ക് ചുമതലപ്പെടുത്തപ്പെട്ട കമ്പനി പ്രതിനിധിയുടെ കാർഡ് പുതുക്കാതിരിക്കുക, കാലഹരണപ്പെട്ട കാർഡ് കാണിച്ച ഇടപാടുകൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക തുടങ്ങിയവയ്ക്കും 500 ദിർഹം പിഴയുണ്ട്. സർക്കാർ കാര്യാലയങ്ങളുടെ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവർക്ക് 5000 ദിർഹമാണ് പിഴ. ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണങ്ങൾക്ക് സഹകരിക്കാതിരുന്നാലും തടസ്സപ്പെടുത്തിയാലും 5000 ദിർഹ പിഴ നൽകണം. അതോറിറ്റി നിശ്ചയിച്ച ഫീസ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കും ഇതേ തുകയാണ് പിഴ. ഉദ്യോഗസ്ഥർക്ക് തെറ്റായ വിവരങ്ങൾ നൽകുന്നവർക്ക് പിഴ 3000 ദിർഹം. കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ പെടാത്ത കാര്യങ്ങൾ കാണിച്ച ഏതെങ്കിലും തരം വിസ തരപ്പെടുത്താൻ ശ്രമിച്ചാൽ പിഴ 20,000 ദിർഹമായിരിക്കും. അതോറിറ്റി ഈ ഇനത്തിൽ ചുമത്തുന്ന ഏറ്റവും വലിയ പിഴ ഇതാണ്. ദുബായ് സ്വദേശികൾക്ക് പുറമെ പ്രവാസികൾ, GCC രാജ്യങ്ങളിലെ പൗരന്മാർ എന്നിവർക്കെല്ലാം പിഴയിൽ പരാതിയുണ്ടെങ്കിൽ രേഖാമൂലം സമർപ്പിക്കാം. സ്വന്തം വിസ, ID കാർഡ് എന്നിവയ്ക്ക് പുറമെ കീഴിലുള്ള തൊഴിലാളികളുടെ ഔദ്യോഗിക തൊഴിൽ, താമസ രേഖകൾക്ക് ചുമത്തിയ പിഴ പിൻവലിക്കാനും അപേക്ഷകൾ നൽകാം. നിശ്ചിത സമയപരിധിക്കുള്ളിലും മാനദണ്ഡങ്ങൾ പാലിച്ചുമാകണം അപേക്ഷകൾ. ന്യൂസ് ഡെസ്ക്, സഖ്യ ന്യൂസ്, ദുബായ്. ജീവസ്പന്ദം രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. റിയാദ് ഈ വർഷത്തെ ഹജ്ജിന്റെ മുന്നൊരുക്കങ്ങൾക്കായി കേളി സാംസ്കാരിക വേദിയുടെ മെഗാ രക്തദാന ക്യാമ്പ് ജീവസ്പന്ദനം 2024 വൻ ജനപിന്തുണ. 1426 പേർ പങ്കാളികളായ ക്യാമ്പിൽ 1086 യൂണിറ്റ് രക്തം ശേഖരിക്കാൻ കഴിഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിച്ച ക്യാമ്പ് വൈകിട്ട് 7 മണിവരെ നീണ്ടുനിന്നു. വിവിധ കാരണങ്ങളാൽ 340 പേരുടെ രക്തം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. 2023 നടത്തിയ 6ാമത് ക്യാമ്പിൽ 1150 പേരായിരുന്നു പങ്കാളികളായിരുന്നത്. മലാസ് ലുലു ഹൈപ്പറിൽ നടന്ന പരിപാടിയിൽ സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള റിയാദ് സെന്ററിൽ ബ്ലഡ് ബാങ്കും സൗദി മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലുള്ള പ്രിൻസ് സുൽത്താൻ മിലിറ്ററി മെഡിക്കൽ സിറ്റിയും രക്തം സ്വീകരിച്ചു. കേളിയുടെയും കേളി കുടുംബവേദിയുടെയും പ്രവർത്തകർക്ക് പുറമെ മലയാളി സമൂഹവും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനക്കാരും സിറിയ, യമൻ, ജോർദാൻ, ഫിലിപ്പീൻസ്, നേപ്പാൾ, സൗദി അറേബ്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുമായി 1426 പേർ ക്യാമ്പിൽ പങ്കാളികളായി. ഇത്തവണ റിയാദ് ബ്ലഡ് ബാങ്കിന് പുറമെ മിലിറ്ററി മെഡിക്കൽ സിറ്റിയും രക്തം ആവശ്യപ്പെട്ട് കേളിയെ സമീപിച്ചിരുന്നു. രാവിലെ 8 മുതൽ 12 മണിവരെ മിലിറ്ററി മെഡിക്കൽ സിറ്റിയും തുടർന്ന് റിയാദ് ബ്ലഡ് ബാങ്ക് വൈകിട്ട് 7 വരെയും 1086 പേരുടെ രക്തം ശേഖരിച്ചു. പ്രിൻസ് സുൽത്താൻ മിലിറ്ററി മെഡിക്കൽ സിറ്റിയുടെ 36 മെഡിക്കൽ സ്റ്റാഫും 20 ആരോഗ്യ പ്രവർത്തകരും അടങ്ങുന്ന സംഘത്തിന് ഡോക്ടർ മുസാദും സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ 41 മെഡിക്കൽ സ്റ്റാഫും 30 ആരോഗ്യ പ്രവർത്തകരും അടങ്ങുന്ന സംഘത്തിന് റിയാദ് ബ്ലഡ് ബാങ്ക് ഡയറക്ടർ ഖാലിദ് അൽ സൗബിയെയും കേളിയുടെ 110 അംഗ വോളണ്ടിയർ ഗ്രൂപ്പിന് വോളണ്ടിയർ ക്യാപ്റ്റൻ ഗഫൂർ ആനമങ്ങാടും നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, റിയാദ്. പ്രചോദന മലയാളി സമാജം കുടുംബസംഗമം നടന്നു. പ്രചോദന മലയാളി സമാജം മസ്കത്തിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് അപർണ വിജയൻ ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി സദാനന്ദൻ എടപ്പാൾ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അമർ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ഉപദേശക സമിതി അംഗം വിജയ് കൃഷ്ണ പ്രവാസികളുടെ ഇടയിൽ ഉണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങളെ പറ്റിയും സംസാരിച്ചു. നിരവധി കുടുംബങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു.
അംഗങ്ങളുടെ കലാപരിപാടികൾ സംഗമത്തിന് മാറ്റുകൂട്ടി. അംഗങ്ങൾക്കായി നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന ക്യാൻസർ കെയർ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് ജോയിന്റ് സെക്രട്ടറി വിനീത ബിനു വിശദീകരിച്ചു. സംഗമത്തിൽ ആര്യ സായുജിന്റെ നൃത്തം അരങ്ങേറി. കിഷോർ, ദീപ തുടങ്ങിയവർ കവിതകളുമായി കാണികളെ കയ്യിലെടുത്തപ്പോൾ മറ്റുള്ള അംഗങ്ങളും കുട്ടികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. യുവാക്കളിൽ അധികരിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗം കാരണം കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും മറ്റും അംഗങ്ങൾ ചർച്ച ചെയ്തു. സെക്രട്ടറി നിഷ പ്രഭാകർ സ്വാഗതവും ട്രഷറർ ലിജോ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മസ്കറ്റ്. ഓൺലൈൻ അഭിമുഖം വഴി തായ്ലാന്റിൽ ജോലിക്കെത്തിയ മലപ്പുറം സ്വദേശികളെ കാണാനില്ല, ചതിപറ്റിയെന്ന സന്ദേശം. അബുദാബിയിൽ നിന്ന് തായ്ലാന്റിലേക്ക് ജോലി തേടിപ്പോയ മലപ്പുറം വള്ളിക്കാപ്പറ്റ സ്വദേശികളായ രണ്ടുപേരെ കാണാതായതായി പരാതി. കുട്ടീരി ഹൌസിൽ അബൂബക്കറിന്റെ മകൻ സുഹൈബ്, കൂരിമണ്ണിൽ പുളിക്കാമത്ത് സഫീർ എന്നിവരാണ് കാണാതായത്. ഈ മാസം 22 മുതൽ ഇരുവരെയും കാണാതായതായി ബന്ധുക്കൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന് നൽകിയ പരാതിയിൽ പറയുന്നു. മാർച്ച് 27-നാണ് ഇരുവരും സന്ദർശക വിസയിൽ അബുദാബിയിലെത്തുന്നത്. ഗിഫ്റ്റ് കിങ് ബിൽഡിംഗിൽ താമസിക്കുന്നതിനിടെ ഓൺലൈൻ അഭിമുഖത്തിലൂടെ തായ്ലാന്റിൽ ജോലി ലഭിച്ചു. ഈ മാസം 21-ന് കമ്പനി നൽകിയ തൊഴിൽ വിസയിൽ തായ്ലാന്റിലെത്തി. അവിടെ നിന്നുള്ള ചിത്രങ്ങൾ ബന്ധുക്കൾക്ക് അയച്ചിരുന്നു. തുടർന്ന് ഏജന്റിനൊപ്പം ജോലിസ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. 22-ന് രാത്രിയാണ് അവസാനമായി ഇരുവരും ബന്ധുക്കളുമായി ഫോണിൽ ബന്ധപ്പെടുന്നത്. തായ്ലാന്റ് അതിർത്തി കടന്ന മ്യാൻമാറിലേക്കാണ് കൊണ്ടുപോയതെന്നും ചതിയിൽപ്പെട്ടുവെന്നും ഇരുവരും ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. പിന്നീട് ഇവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും ഇന്ത്യൻ എംബസിക്കും നോർക്ക റൂട്ട്സിനും പരാതി നൽകിയിട്ടുണ്ട്. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച ഇരുവരെയും നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാരും ബന്ധുക്കളും. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മലപ്പുറം. പ്രവാസി മലയാളി ദുബൈയിൽ നിര്യാതനായി. തിരുവനന്തപുരം വേങ്ങാട് സ്വദേശി ഷമീജ മൻസിലിൽ AV താജുദ്ദീനാണ് മരിച്ചത്. താമസ സ്ഥലത്ത് ബോധരഹിതനായി വീഴുകയായിരുന്നു. തുടർന്ന് ദുബായ് റാഷിദ് ആശുപത്രിയിൽ ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മരണം സംഭവിച്ചത്. ഭാര്യ ഷാമില, മക്കൾ ഷമീജ, സിറാജ്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. പ്രകൃതിക്ക് ഗാഫ് തണലൊരുക്കാൻ അബുദാബി. പരിസ്ഥിതിക്ക് കുടപിടിച്ച അബുദാബി മുനിസിപ്പാലിറ്റി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 3000 ഗാഫ് ചെടികൾ നട്ടുപിടിപ്പിച്ചു. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും കാലാവസ്ഥാ വ്യതിയാനവും കാർബൺ പുറന്തള്ളുന്നത് കുറയ്ക്കുന്നതിനും പദ്ധതി മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കും. സംഹ, റൌദത്ത് അൽ റിഫ്, ഷഹാമ ബൈപ്പാസ് എന്നിവിടങ്ങളിൽ 1000 വീതം മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയായിരുന്നു. എമിറേറ്റ്സ് എൻവയോൺമെന്റൽ ഗ്രൂപ്പ്, അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റി, ഷഹാമ മുനിസിപ്പാലിറ്റി സെന്റർ, എമിറേറ്റ്സ് എൻവയോൺമെന്റൽ ഗ്രൂപ്പ്, മാൻ അതോറിറ്റി ഓഫ് സോഷ്യൽ കോൺട്രിബ്യൂഷൻ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പദ്ധതി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. UAE-യിലെ ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.